പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകുമ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളും ആശങ്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഫിനാൻഷ്യൽ ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പശ്ചിമേഷ്യൻ സംഘർഷം ഏറ്റവും അധികം ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി വിലയിരുത്തുന്നത് ഇന്ത്യയാണ്. ഇനിയും ഒരു യുദ്ധമുഖത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ നമുക്ക് മുന്നിൽ ആശങ്കകളേറെയുണ്ട്. ഇന്ത്യയെ ബാധിക്കാൻ സാധ്യതയുള്ള 4 മേഖലകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് പെട്ടെന്ന് പരിശോധിച്ചു വരാം. ഇന്നിപ്പോൾ ഓഹരി വിപണി ഇടിയുന്നതാണ് നമ്മൾ കണ്ടത്. യുദ്ധം ആദ്യം പ്രതിഫലിക്കുന്നത് ഓഹരി വിപണിയിലാണ്. ഇന്നത്തെ നില നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. നിഫ്റ്റി 24,100 നിന്ന് താഴേക്ക് പോവുകയും സെൻസെക്സ് 500 പോയിന്റ് ഇടിയുകയും ചെയ്തതായി കാണാം. ഓട്ടോ ഇൻഡെക്സ് 1.6% ഇടിഞ്ഞു. കഴിഞ്ഞ 52 ആഴ്ചയിലെ കണക്കെടുത്താൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് 36.14% താഴെയാണ് ഇന്ത്യൻ ഓഹരി വിപണി. ഈ സംഘർഷം മൂർച്ഛിച്ചതോടെ വീണ്ടും ഓഹരി വിപണി ഇടിയുന്നതാണ് കാണുന്നത്. ഓട്ടോ ഇൻഡെക്സ് 1.6% ഇടിഞ്ഞിരിക്കുന്നത്. എണ്ണവില കൂടുമോ? അതുതന്നെയാണ് നമ്മൾ ആശങ്കയോടെ പരിശോധിക്കുന്ന കാര്യം. നിലവിൽ ആഗോള വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില $84 ഉയർന്നിട്ടുണ്ട്. പെട്ടെന്ന് വലിയൊരു സർജാണ് ഉണ്ടായിരിക്കുന്നത്. പാചകവാതക വിലയും വർദ്ധിക്കും. ഹോർമൂസിൽ ചരക്ക് നീക്കം വർദ്ധിച്ചതിനെ തുടർന്ന് വാണിജ്യ സിലിണ്ടറിന് 180 രൂപ കുറഞ്ഞിരുന്നതാണ്. ഇറക്കുമതിയുടെ 60% ഗൾഫിൽ നിന്നായതുകൊണ്ട് തന്നെ ഹോർമൂസിൽ വീണ്ടും ഗതാഗതം തടസ്സപ്പെട്ടാൽ ആദ്യം ബാധിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന് രൂപയുടെ മൂല്യം അത് ഇടിയുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഇന്ന് രൂപയുടെ മൂല്യം $1 96 രൂപ എന്ന നിരക്കിലാണ്. ഇത് മെയ് 22 ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവായി തന്നെ രേഖപ്പെടുത്തുന്നു. വിദേശ മൂലധനം ലക്ഷ്യം വെച്ച് റിസർവ് ബാങ്ക് സ്വീകരിച്ച പരിഷ്കാരങ്ങളുടെ ഭാഗമായി രൂപയുടെ നില മെച്ചപ്പെട്ടു വരുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ ഇടിവുണ്ടായിരിക്കുന്നത്. ഈ യുദ്ധത്തിന് പിന്നാലെ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവും നമ്മെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇനി പശ്ചിമേഷ്യയുടെ വിമാനപാത അത് എങ്ങനെയാണ് നമ്മെ ബാധിക്കാൻ പോകുന്നതെന്നാണ്. ഇപ്പോൾ തന്നെ ചില എയർലൈൻസുകൾ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വിമാനപാത അടച്ചാൽ ഇന്ത്യൻ യാത്രക്കാർക്കും വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. നമ്മുടെ പ്രവാസികളായ യാത്രക്കാർക്ക്, ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് നാട്ടിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. 300 ഇന്ത്യൻ വിമാനങ്ങളാണ് ഈ സാഹചര്യത്തിൽ റദ്ദാക്കേണ്ടി വരിക. ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കാനും വിമാന കമ്പനികൾ നിർബന്ധിതമാകും. യൂറോപ്പിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് പശ്ചിമേഷ്യ. അപ്പോൾ ഈ പ്രതിസന്ധി കാരണം വിമാനങ്ങൾ വഴിതിരിച്ച് വിടേണ്ടി വന്നാൽ യൂറോപ്പിലേക്കുള്ള അകലവും വർദ്ധിക്കും. ഇതൊക്കെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ചതാണ്. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നത് മാത്രമാണ്. ചർച്ചകളിലൂടെ സമാധാനത്തിന് വഴി തുറക്കട്ടെ. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ എപ്പോഴും ആവർത്തിക്കുന്നതാണ്. പക്ഷേ അത് ചർച്ചകൾക്കപ്പുറമുള്ള പരിഹാരം കണ്ടെത്താനാകാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് ആശങ്കപ്പെടുന്നത്. യുദ്ധത്തിന് അവിടെ യുദ്ധം നടന്നാൽ ഇവിടെ എന്ത് എന്ന് ചോദിച്ചവർക്ക് മറുപടിയായിരുന്നു നമ്മുടെ അടുക്കളയിലേക്ക് അതിന്റെ പ്രതിസന്ധി അനുഭവപ്പെട്ടപ്പോൾ, പാചകവാതകത്തിന്റെ വില കൂടിയപ്പോഴൊക്കെ, ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാതായപ്പോഴൊക്കെ നമ്മൾ ആ പ്രതിസന്ധി അനുഭവിച്ചതാണ്. അപ്പോൾ യുദ്ധം ഒരു പരിഹാരമേ അല്ല. ഇറാൻ അമേരിക്ക യുദ്ധം അത് പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിക്കുമ്പോൾ അത് നമ്മളെയും ബാധിക്കുന്നുണ്ട് എന്ന കാര്യം മാത്രമാണ് പറയാനുള്ളത്. ഏതായാലും ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നു എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. ഒമാന്റെയും ഖത്തറിന്റെയും ഒക്കെ ഇടപെടൽ ഉണ്ടാകുമെന്നും കരുതുകയാണ്. നമുക്ക്